ഇതുപോലൊരു കൃഷ്ണജയന്തിയിൽ എന്നാണ് നമ്മൾ ഇവിടെ എത്തിയത് അല്ലേ അപ്പു? തന്നെ മക്കളെ, ഈ വീട്ടിൽ വന്നതിന് ശേഷം ടിവിക്ക് പച്ചടി ഏറ്റവും ഇതെപ്പോ പോയി എടുത്തിട്ട് വന്നടി? ഇപ്പം ഇവിടെ വൈ. എത്ര കയറിയാത് വലിച്ച് താഴോട്ടിടാനായിട്ട് ഒരെണ്ണമുണ്ടല്ലോ. നീ തന്നെ ഞാനാ അങ്ങള് വൃത്തിയുടെ കോമഡി അടിക്കില്ല പുസ്തകം കോമഡിയാ? നീ വൃത്തിയല്ലേ കാണിക്കണത്? നോക്ക്, ആർക്കും കൊടുക്കാതെ തിന്നണ. അത് തന്നെ വൃത്തിയായിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല. എല്ലാവർക്കും എടുത്തു കൊടടി. ഹാപ്പി ശ്രീകൃഷ്ണ ജയന്തി. തന്നില്ല ഏട്ടാ എനിക്ക്. ഇത്ര തിന്നാ ചുണ്ട തീരുമോ? പള്ളിയില്ല മക്കളെ, ഭയങ്കര മധുരം. ഏട്ടാ താഴെ വലിക്കട്ടാ. പൊളിഞ്ഞു വീഴല്ലേ, പൊളിഞ്ഞു വീഴല്ലേ. അതെ, നീ വന്നാ നമുക്കൊരു പായസം ഉണ്ടാക്കാം. അത് തെറ്റ് കാര്യമാണ്. അയ്യോ, എനിക്ക് നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് എനിക്ക്. പോണേ. ഒരു മിനിറ്റ്, അങ്ങനെ പരീക്ഷയ്ക്ക് പോകുമ്പോ ഈ സ്വീറ്റ്സ് നോക്ക് നോക്ക്, വിളിച്ചപ്പോ മുങ്ങിയ നോക്ക്. ആ ഡ്രസ് എങ്ങനെ മാറ്റിയെടുത്ത് പഠിക്കാൻ പോയിരിക്കടി. നടക്കാത്ത കാര്യം. പിന്നെ പായസത്തിന്റെ കാര്യം നീ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് പായസം ഇല്ലാ പറ്റില്ല. അയ്യോ, പായസം വെച്ചേക്കണം അല്ലേ അച്ഛാ? പായസം വേണം മത്തി. എന്തായാലും കുറച്ച് പാലെടുത്ത് കുറച്ച് അടയോ ഇതായിട്ട് കലക്കണം, കുറച്ച് മന്ദര സെറ്റ് കേട്ടോ. പായസം വെച്ചേക്കണം എനിക്ക്. അതെ, ഡ്രസ് മാറ്റിട്ട് പോവാ. ഉണ്ടാക്കൂ. എന്ത് കണ്ണിവിടെ തന്നെ ഇരിക്കുന്നു? കൊള്ളാം, നല്ല രുചി മക്കളെ. ആണാ, ഈ കൊണ്ടുവച്ച് തിന്നെ. അവിടെ പിള്ളേർ. ബുക്കും തുറന്നു വെച്ച എന്ത് ദിവാസ്വപ്നം കണ്ടോണ്ടിരിക്കണേ? ദിവാസ്വപ്നോ? യു ആർ സോ റോങ് റിങ്കി. എടി, പഠിച്ച് തളർന്നിരിക്കുന്ന എന്റെ ബ്രെയിനെ ഞാൻ ഫ്രീ ആക്കി വിട്ടോണ്ടിരിക്കുകയാണ്. ഉത്തരം മുട്ടുമ്പോ ഉത്തരം പറയാൻ നിനക്കേ കഴിയുള്ളൂ വിങ്കി. എന്തോന്ന് ഉത്തരം മുട്ടുമ്പോ ഉത്തരം പറയുന്നത്? എടി, നിന്റെ ഗ്രാമർ മൊത്തം പോക്കാണല്ലോ. നിന്നോടല്ലേ നടക്കുന്നേ. ഇങ്ങനെ എടി, പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണം, അല്ലാതെ ഗുസ്തിയും കളിച്ചോണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കും. വേണ്ട, ഗുസ്തിയെ തൊട്ട് കളിക്കണ്ട. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. കാല് മാറ്റു. എനിക്കൊന്നും പറ്റില്ല. ഡീ, അതിന്റെ അടിയിലൊക്കെ ചവറ് കിടക്കുന്നത് മാറ്റടി. നീ അവിടെ തൂക്കണ്ട, നീ ഇതിലെ കൂടെ ഇങ്ങനെ കറങ്ങി തൂത്ത് അപ്പുറത്തോടെ അങ്ങ് പൊക്കോ. നിന്റെ തടിക്കാല് മാറ്റ്. അത് പറയ പണി ചെയ്യില്ല. രാവിലെ എന്റെ ഇടി വാങ്ങിക്കല്ലേ പിങ്കി. നിനക്ക് ഈ ചില ഇലയും കുറച്ച് കമ്പോളൊന്നും ഇഷ്ടമില്ലേടി? അതൊക്കെ ഇട്ടിട്ട് മിച്ചം വെച്ചിട്ട് ബാക്കി തൂക്കണ്. 2 ദിവസം ആ ചിന്നിപ്പെണ്ണ ഇവിടെ ഇല്ല. വീടിന്റെ അവസ്ഥ മൂതയും പിടിച്ച് പൊടിയും അഴുക്ക്. ഹലോ ഹലോ, ഇതൊക്കെ മതി കേട്ടെ, എന്റെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പച്ചി ഇവിടെ ഇല്ല, അതുകൊണ്ട് അപ്പച്ചി കേൾക്കാനായിട്ട് ഒരു രീതിയിൽ ഇങ്ങനെ പൊക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. അപ്പച്ചി ഇവിടെ ഇല്ലേ? അപ്പച്ചി കാപ്പിക്കാ പറഞ്ഞത്. പിന്നെ അല്ലാണ്ട് എടി, എന്റെ ഭാര്യയെ പോലെ ഇത്രയും കുലീനതയും തങ്കപ്പെട്ട സ്വഭാവമുള്ള വേറെ പെണ്ണുണ്ടാ? ഒരു ഭാര്യ ഇങ്ങോട്ട് ഒരു ഭാര്യയെ സ്നേഹിക്കണ ഭർത്താവ് എപ്പോഴും പൊക്കി പറഞ്ഞോണ്ടെങ്കിൽ എനിക്കൊരു മടിയില്ല. എടി പിങ്കിയേ, ഇത് കുറച്ചൊരു പൊടിക്ക് ഓവറല്ലേ? പൊടിക്കാ ഇച്ചിരി കട്ടിക്ക് തന്നെ ഓവറാണ്. നീ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ ബുക്കിൽ നോക്കി പഠി. എന്റെ ഉച്ചയിലല്ലേ എഴുതി പഠി. നീ തൂക്ക തന്നെ. അമ്മമാരെ നെഞ്ചത്തല്ല തൂക്കണ്ടത്, നീ തറ തൂര്. ചേച്ചി ചേച്ചി, ആ പോയ പോക്കിൽ എന്തോ ഒരു പന്തികേടില്ലേ? എന്തോന്ന് വണ്ടിയേട്? അല്ല, ചുമ്മാ അപ്പച്ചി ഇങ്ങനെ പൊക്കിയൊക്കെ പറയണം, അത് നമ്മുടെ മുമ്പ് വെച്ച്. ഇടി, അപ്പച്ചിയെ പൊക്കി പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് കാര്യം? കേക്ക അപ്പച്ചി ഇല്ലല്ലോ. അപ്പച്ചി ഇല്ല, പക്ഷെ എന്നാലും നമ്മളുണ്ടല്ലോ. ഓ, അത് ചെന്ന് നമ്മൾ അപ്പച്ചിയോട് പറഞ്ഞു കൊടുക്കൂന്നല്ലേ? എവിടെന്ന് വരുന്നടി ഈ കുരുട്ട് ബുദ്ധിയൊക്കെ നിനക്ക്? ഒന്ന് എണീറ്റ് പോടി, പോയിരുന്ന് പഠിക്കാൻ നോക്ക്. ഓഹോ, നമ്മളിപ്പോ പറഞ്ഞത് കുരുട്ട് ബുദ്ധി അല്ലേ? ഞാൻ ഇനി ഒന്നും പറയണ്ട. പറഞ്ഞേക്ക, തിരിച്ചെടുക്കാം.